പ്രിയപ്പെട്ട കുട്ടികളെ, IT മോഡൽ എക്സാമിൽ ഓപ്പൺ ടൂൺസ് പാഠഭാഗത്ത് നിന്ന് വന്ന ആനിമേഷൻ ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടാം. ചോദ്യം നോക്കിയാലോ. ക്രിയേറ്റ് ആൻ ആനിമേഷൻ ഓഫ് എ ഫ്രൂട്ട് ഫാളിംഗ് ഫ്രം എ ട്രീ യൂസിങ് ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ട്രീയിൽ നിന്നും ഫ്രൂട്ട് ഫോൾ ചെയ്യുന്ന അല്ലെങ്കിൽ താഴേക്ക് പതിക്കുന്ന ഒരു ആനിമേഷനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിന് ആദ്യം ചെയ്യേണ്ടത് എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ഓപ്പൺ ടൂൺസ് എന്നൊരു ഫോൾഡർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫോൾഡർ നമ്മൾ ഹോമിലെ ഡോക്യുമെൻറ്റ്സിലോട്ട് കോപ്പി ചെയ്യുക. പ്രൊജക്റ്റിന് ഫ്രൂട്ട് എന്ന പേര് നൽകണം. അതോടൊപ്പം സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡയമെൻഷൻസ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. 5 സെക്കൻഡ് വീഡിയോ ആണ്. ഈ ആനിമേഷനിൽ ഉപയോഗിക്കാനുള്ള ഇമേജസ് നമുക്ക് നൽകിയിട്ടുണ്ട്. fruit.png അതോടൊപ്പം scenery3.png. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ തന്നെ നൽകിയിരിക്കുന്നത് എക്സാം ഡോക്യുമെൻറ്റ്സിൽ നിന്നും നമ്മുടെ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിലെ തന്നെ ഡോക്യുമെൻറ്റ്സിലോട്ട് സേവ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. നമ്മുടെ ഓപ്പൺ ടൂൺസിലെ ചോദ്യങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ ചോദ്യത്തിലും ആദ്യം പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷന് ആ ഒരു ഫോൾഡർ കോപ്പി ചെയ്യാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം അത് ചെയ്യാം. ദെൻ നമുക്കിനി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷനിൽ നിന്നും ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. തുറന്നു വരുന്ന വിൻഡോയിൽ പ്രൊജക്റ്റ് നെയിം കൊടുക്കേണ്ടതുണ്ട്. അവിടെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്കൂളിൽ പാഠഭാഗത്ത് ലൂന എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രൂട്ട് എന്ന പേര് നൽകാനാണ്. സോ ഫ്രൂട്ട് കൊടുക്കുക, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ആ ഒരു പ്രൊജക്റ്റിലെ സീൻ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ സീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഭാഗത്ത് തന്ന ഡയമെൻഷൻ അനുസരിച്ച് നമ്മുടെ സീനിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക. സീൻ നെയിം സീൻ 1 എന്ന് കൊടുക്കുക. ക്യാമറ സൈസ് HD 720 ആ ഒരു റേഷ്യോ തന്നെ കൊടുക്കുക. യൂണിറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് പിക്സൽ എന്നാക്കുക. ഫ്രെയിം റേറ്റ്സ് 24 എന്നാണ് അവിടെ കാണുന്നത്, അത് 12 എന്ന് ആക്കുക. നമുക്ക് 5 സെക്കൻഡ് വീഡിയോ ആണ്. സോ 12 ഫ്രെയിമാണ്. നമ്മൾ 60 ഫ്രെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ 12 ആണ് ഫ്രെയിം റേറ്റ്. സോ ഇപ്പോൾ ഇവിടെ 3 റൂമുകളാണ് നമുക്ക് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആനിമേഷൻ റൂം, ഡ്രോയിങ് റൂം, ദെൻ ബ്രൗസർ റൂം. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പൺ ടൂൺസ് ഫോൾഡറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനുള്ള ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ബ്രൗസർ റൂം ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും ഡോക്യുമെൻറ്റ്സ് എന്നതിൽ ഒറ്റ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ നമ്മൾ നേരത്തെ കൊണ്ടുവച്ച ഫോൾഡറാണ്. ആ ഫോൾഡർ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലുള്ള ഫയലുകളെല്ലാം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാം. അവിടെ നിന്നും നമ്മൾ എടുക്കേണ്ട ഫയൽ scenery3.png എന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് എന്ന് കൊടുക്കുക. ദെൻ വീണ്ടും ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അവിടെ ലോഡായിട്ടുണ്ടാകും. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സൗകര്യാർത്ഥം അത് സൂം ഔട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 60 ഫ്രെയിമാണല്ലോ, നമ്മൾ 12 ആണ് നമ്മുടെ ഫ്രെയിം റേറ്റ്. സോ 60 ഫ്രെയിം 12x5 എന്ന് പറയുമ്പം 60 ഫ്രെയിമിലോട്ട് ഇത് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യാൻ 2 രീതി ഉപയോഗിക്കാം. ഒന്ന് ഇതുപോലെ ആ ഒരു വൈറ്റ് നോഡിൽ പിടിച്ചുകൊണ്ട് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ മുകളിലെ റിപ്പീറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ ട്രാക്കിലോട്ട് വേണ്ടത് കൊണ്ടുവരണം. സെക്കൻഡ് ട്രാക്കിൽ ഫസ്റ്റ് ഫ്രെയിം തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ബ്രൗസറിൽ പോയിട്ട് നമ്മുടെ ആ ഒരു ഫയൽ എടുക്കുന്നു. fruit.png ആണ് നമ്മുടെ ഫയൽ. അത് നമ്മൾ ലോഡ് ചെയ്തു. ഇതുപോലെ തന്നെ 60 ഫ്രെയിമിലോട്ടും ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ, നമ്മുടെ 2 ഇമേജും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിന് ആനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രൂട്ട് ഫോളോ ചെയ്യുന്നതാണ് ആനിമേഷൻ. അപ്പോൾ നമ്മൾ ഫ്രൂട്ടിനാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്, ബാക്ക്ഗ്രൗണ്ടിനല്ല. സോ ആനിമേഷൻ ഫ്രൂട്ട് എന്നതിൽ ആ ഒരു ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കീ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കീ ഫ്രെയിം സെറ്റ് ചെയ്യാൻ നമുക്കറിയാലോ. ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തു, ആനിമേഷൻ ഓൺ ചെയ്തു. മുകളിൽ നിങ്ങൾക്ക് ആനിമേഷൻ ഓൺ ചെയ്താൽ അതിന് ഇത് വലിയ സൈസിലായിരുന്നു ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നത്. നമ്മളതിൻ്റെ സ്കെയിൽ ചെയ്തൊന്ന് കുറക്കുന്നു. അപ്പോൾ മുകളിൽ ആനിമേഷൻ എടുത്താൽ തൊട്ട് മുകളിലായിട്ട് സ്കെയിൽ പൊസിഷൻ എന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കാണാം. അവിടെ സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മളതൊന്ന് ചെറുതാക്കി വെക്കുന്നു. ഒന്നുകിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്കത് ചെറുതാക്കാം, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ അവിടെ ഒരു റേഷ്യോ കൊടുക്കാനുള്ളൊരു ഏരിയ കാണുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾ 20-നോ 30-നോ ആ ഒരു രീതിയിൽ അടിച്ചിട്ട് എൻ്റർക്കി അടിച്ചാൽ ആ ഒരു സൈസിലോട്ട് ആ ഫ്രൂട്ട് ചെറുതാവും. ചില ആളുകൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഷേക്കായി വലിയ ഇതിൽ തന്നെ ആവാറുണ്ട്. സോ അവിടെ നമുക്ക് ആ ഒരു നമ്പർ കൊടുത്തുകൊണ്ടും നമുക്കത് ചെറുതാക്കാം, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ഇപ്പോൾ കറക്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ എവിടെയാണ്, ഫസ്റ്റ് ഫ്രെയിമിൽ എവിടെയാണ് വേണ്ടത് കൊടുത്തു. കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. ലാസ്റ്റ് ഫ്രെയിമിൽ നമുക്കിനി പൊസിഷനിലോട്ടാക്കാം. നേരത്തെ സ്കെയിലിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് പൊസിഷനിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ആ ഇമേജ് എവിടേക്ക് വരണം, ലാസ്റ്റ് നമ്മുടെ ആനിമേഷൻ്റെ അവസാനം എവിടേക്ക് വരണം എന്നുള്ളിടത്തേക്ക് കൊണ്ടുവന്ന് മൂവ് ചെയ്ത് വെക്കുക.
ഓക്കെ, അത് അവിടെ വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്ത് വലുതാക്കണമെങ്കിലും ചെറുതാക്കണമെങ്കിലൊക്കെ അത് ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്രെയിം ആഡ് ചെയ്തു, ലാസ്റ്റ് ഫ്രെയിം. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമുകൾക്ക് ഇടയിലുള്ള ബാക്കി 58 ഫ്രെയിമിലുള്ളതും സോഫ്റ്റ്വെയർ ചെയ്തോളും. നമ്മൾ ഈ 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ആനിമേഷന് സ്റ്റാർട്ട് മോഡിലോട്ട് കൊടുക്കുക. ബിഗിനോട്ട് കൊടുത്തിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. ഇപ്പോൾ അത് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മളിത് MP4 ആയിട്ട് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കുറച്ചൊരു സമയം എടുക്കും. MP4 ആയിട്ട് റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് സേവ് ആവുക നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ scene1.mp4 എന്ന ഫയലായിട്ടത് സേവ് ആയിരിക്കുന്നത് കാണാം. നമ്മൾ അവിടെ നിന്നും അത് റീനെയിം ചെയ്യുക. റീനെയിം ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് എക്സാമിൽ ആവശ്യപ്പെടുന്നത് exam 10 പ്രോഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _fruit ആ പേരിലാണ് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ആ പേരിൽ റീനെയിം ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ, അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അത് കോപ്പി ചെയ്തിട്ട് exam 10 പ്രോഡക്ട്സിൽ, ഹോമിലെ exam 10 പ്രോഡക്ട്സിൽ നമ്മളത് പേസ്റ്റ് ചെയ്യാം. ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആനിമേഷൻ പൂർത്തിയായി. അടുത്തതായി ഓപ്പൺ ടൂൺസിലെ തന്നെ മറ്റൊരു ആനിമേഷൻ ചോദ്യം പരിചയപ്പെടാം. ക്രിയേറ്റ് ആൻ ആനിമേഷൻ സീൻ ഓഫ് എ ബീ ഫ്ലൈയിങ് ടു എ ഫ്ലവർ യൂസിങ് ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ. അതായത് ഒരു തേനീച്ച പറന്ന് ഇങ്ങേ അറ്റത്തുള്ള ഫ്ലവറിൽ, പൂവിലിരിക്കുന്ന അല്ലെങ്കിൽ പൂവിലെത്തിച്ചേരുന്ന ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. ഹിൻസ് നോക്കാം. നേരത്തെ തന്നതുപോലെ തന്നെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ exam 10 ഡോക്യുമെൻറ്റ്സിൽ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ നൽകിയിട്ടുണ്ട്. ആ ഫോൾഡർ നമ്മൾ കോപ്പി ചെയ്ത് മൈ ഡോക്യുമെൻറ്റ്സിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഹിൻഡ്, ഈ ഒരു പ്രൊജക്റ്റിന് ബി എന്ന പേരാണ് നമ്മൾ നൽകേണ്ടത്. നമ്മൾ ലൂന എന്ന് മുമ്പ് ക്ലാസ് ടൈമിൽ ചെയ്തതുപോലെ ഇവിടെ കൊടുക്കേണ്ടത് ബി എന്ന പേരാണ് നൽകേണ്ടത്. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് വീഡിയോ പ്രൊഫൈലാണ്. ഈ സീനിന് വേണ്ട ഡയമെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 5 സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. സീനറി 2 എന്ന ഇമേജാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നൽകേണ്ടത്. ബി എന്ന ഇമേജിനെയും നമ്മൾ ഇതിലോട്ട് ഒരു സീക്വൻസ് ഇമേജിനെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓപ്പൺ ടൂൺസിലെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സാം ഡോക്യുമെൻറ്റ്സിൽ തന്ന ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് മൈ ഡോക്യുമെൻറ്റ്സിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഓപ്പൺ ടൂൺസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളതിൽ നമുക്ക് നൽകിയ പേര്, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പേര് ബി എന്നാണ് നൽകാൻ. ഓക്കെ, അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രൊജക്റ്റ് നെയിം ബി എന്നവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ അതേ ചെയ്യാനുള്ളൂ. പ്രൊജക്റ്റ് നെയിം മാത്രം നമ്മൾ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി അതിലേക്കുള്ള സീൻ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ക്രിയേറ്റ് സീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സീൻ നെയിം നൽകിയിരിക്കുന്നത് scene 1 എന്നാണ്. സോ അത് ടൈപ്പ് ചെയ്യുക. ക്യാമറ സൈസ് HD 720, യൂണിറ്റ്സ് പിക്സൽ എന്നും ഫ്രെയിം റേറ്റ് 12 എന്നും മാറ്റുക. തുടർന്ന് ക്രിയേറ്റ് സീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആനിമേഷൻ ഏരിയയിലാണ് നമ്മളുള്ളത്. ഇതിൽ ആനിമേഷൻ റൂം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ ഫസ്റ്റ് ട്രാക്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് കൊണ്ടുവരേണ്ടത്. ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ബ്രൗസർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഇമേജ് scenery2.png എന്നതാണ്. മൈ ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ടൂൺസ്, താഴെ കാണുന്ന ഓപ്പൺ ടൂൺസിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ടൂൺസ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ അതിലെ ഫയലുകളെല്ലാം കാണാം. സീനറി 2 എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് നൽകുക. വീണ്ടും ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ ലോഡായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അവിടെ ലോഡായിട്ടുണ്ട്. ഇനി നമുക്കത് 60 ഫ്രെയിമിലോട്ടും ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വൈറ്റ് നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 60 ഫ്രെയിം വരെ ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ റിപ്പീറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും നമുക്കവിടെ 60 എന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെയും ലോഡ് ചെയ്യാം. ഇപ്പോൾ 2 രീതി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അങ്ങനെ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാക്ക് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാക്കിലോട്ട് ബി എന്ന ഇമേജിനെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സോ രണ്ടാമത്തെ ട്രാക്കിലെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ഷന് ഫസ്റ്റ് ഫ്രെയിമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം.
തുടർന്ന് അതിലെ ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസർ റൂമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇമേജ് കൊണ്ടുവരാം. ഓപ്പൺ ടൂൺസ് നേരത്തെ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചതായിരുന്നു. ഓപ്പൺ ടൂൺസിൽ തന്നെ തൊട്ട് താഴെയായിട്ട് അതിനുള്ളിലെ ഫോൾഡേഴ്സ് കാണാം. അതിലെ ബി എന്ന ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ബി എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം അവിടെ ബേർഡ് ഇമേജ് 15 ഫ്രെയിമുകൾ 15 പിക്ചേഴ്സ് അതിലുണ്ട്. സീക്വൻസ് ഓഫ് ഇമേജസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. സോ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. അത് ലോഡ് കൊടുത്താൽ നോക്കൂ 15 ഫ്രെയിമുകളിലോട്ടും ഇമേജസ് വന്നിട്ടുണ്ട്. സീക്വൻസ് ഓഫ് ഇമേജസ് ആണ്. ഇനി ഇത് നമുക്ക് ബാക്കി 60 ഫ്രെയിമുകളിലോട്ട് കോപ്പി ചെയ്യണം. എങ്ങനെയാണിത് കോപ്പി ചെയ്യുന്നത് നോക്കാം. നമ്മൾ എളുപ്പ വഴി നമ്മൾ ആദ്യം ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് 15ാമത്തെ ഫ്രെയിമിനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 15 ഇമേജുകളും അവിടെ സെലക്ഷൻ ആയത് കാണാം. ഇനി നമ്മൾക്ക് മുകളിലുള്ള റിപ്പീറ്റ് ഓപ്ഷൻ കൊടുക്കുക. റിപ്പീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ അപ് ടു ഏത് ഫ്രെയിം വരെ എന്നുണ്ട് അവിടെ നമ്മൾ 60 എന്ന് ടൈപ്പ് ചെയ്താൽ 60 ഫ്രെയിമിലോട്ടും അത് ഈസി ആയിട്ട് കോപ്പി ആയത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ നമ്മുടെ ബി എന്ന ഇമേജ് പ്രത്യക്ഷമായത് കാണാം. ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കേണ്ടത് ബിക്കാണ്. ബി ആ ഒരു പൂവിലോട്ട് എത്തുന്ന രീതിയിലാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഫ്രെയിം ബിയിലെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. ആ സെക്കൻഡ് ട്രാക്കിലെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്ത് നമ്മൾ ആനിമേഷന് ക്ലിക്ക് ചെയ്ത് പൊസിഷനിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിനൊന്ന് മൂവ് ചെയ്ത് ഫസ്റ്റ് എവിടെ നിന്നാണോ നമ്മുടെ ബി വരേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് അവിടെ വെച്ചിട്ട് അതിന് സ്കെയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിലൊക്കെ ചെയ്യാം. സ്കെയിൽ ടൂൾ എടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ സൈസ് കൂട്ടാം. അതായത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ സൈസ് കൂട്ടാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കെയിൽ എന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നമ്പർ കൊടുക്കാനുള്ള ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ, അതിന് എത്ര സൈസ് കൊടുക്കണം എന്നല്ലേ, അത് വെച്ചിട്ടും ക്ലിക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫ്രെയിമിൽ ആ ബി എവിടെ എത്തണം? ഫ്ലവറിൻ്റെ മുകളിലാണ്, ആ ഒരു പൂവിന് മുകളിലാണ് എത്തേണ്ടത്. അവിടേക്ക് നമ്മളതിനെ പൊസിഷൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. സെലക്ട് ചെയ്തത് മൂവ് ചെയ്ത് വെച്ചു. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ബി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ടു ബിഗിൻ കൊടുക്കുക. ശേഷം പ്ലേ ചെയ്ത് നോക്കിയാൽ ബി പറന്ന് പൂവിലെത്തുന്നതായിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ആനിമേഷൻ ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ MP4 ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിൽ റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നത് ക്ലിക്ക് ചെയ്യുക. അല്പം സമയമെടുക്കും അതൊന്ന് റെൻഡറായി വരാൻ. അതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അത് സേവായിട്ട് വരിക ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ scene1.mp4 ആ ഒരു പേരിലാണ് സേവായിട്ട് വരിക. നമ്മളത് റീനെയിം ചെയ്യുക, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യുക. ശേഷം നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് exam10 പ്രോഡക്ട്സിലാണ്. അവിടേക്ക് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം exam10 പ്രോഡക്ട്സിൽ നമ്മളത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആനിമേഷന് കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു.